ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മള് സ്വരാക്ഷര ചിഹ്നങ്ങൾ ഇതുവരെ പഠിച്ചു. ഈ സ്വരാക്ഷര ചിഹ്നം പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഈ സ്വരാക്ഷരത്തിന്റെ ഈ ചിഹ്നം. എങ്ങനെയാ നമ്മൾ ഈ എഴുതാൻ പഠിച്ചത്? സ്വരാക്ഷരം ഓർക്കുന്നുണ്ടോ? ഈ ഓക്കെ, അതിന്റെ ചിഹ്നം എങ്ങനെയാ നോക്കാം നമുക്ക്. നമ്മൾ ഈ സ്വരാക്ഷരത്തിന്റെ ചിഹ്നം എങ്ങനെ പഠിച്ചു? താഴിലോട്ട് വള്ളി പോലെ. അതുപോലെ തന്നെ പക്ഷെ അതിൽ നിന്ന് ഇത്തിരി വ്യത്യാസമുണ്ട്. എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. മുകളിൽ ആദ്യം ഒരു സർക്കിൾ ചെയ്ത് അതിനോട് ചേർന്ന് താഴത്തോട്ട് വള്ളിയിടാം. ഏതാ? ഈ സ്വരാക്ഷരത്തിന്റെ ഈ ചിഹ്നം. മനസ്സിലായ കൂട്ടുകാർക്ക്? ഈ സ്വരാക്ഷരത്തിന്റെ ഈ ചിഹ്നം. ഓക്കെ, നമുക്കത് എക്സാമ്പിൾ നോക്കാം. പ്ലസ് ഈ എങ്ങനെയായി മാറും? നമ്മള് കായിന് നമ്മൾ എന്തോ ചെയ്യണോ? ഈ സ്വരാക്ഷരത്തിന്റെ ഈ ചിഹ്നം ഇട്ട് കൊടുക്കുക. എങ്ങനെ വായിക്കും? അപ്പോ ഈ എങ്ങനെ വായിക്കും? നീട്ടി വായിക്കും, ദീർഘം ഈ. അതുപോലെ നോക്കിയാട്ടെ, ച് പ്ലസ് ഈ ചായ എങ്ങനെയാ? സോറി, ചായ എന്തുമായി മാറും? ഈ ചിഹ്നം വരുമ്പോ ചായനോട് ചേർന്ന് വായിക്കുക. ചീ എങ്ങനെ വായിക്കുക? ചീ. അതുപോലെ നോക്കിയാട്ടെ, പ്ലസ് ഈ ടായിന് ഈ ചിഹ്നം ഇട്ട് കൊടുക്കുമ്പോ എങ്ങനെയാ വായിക്കും? അപ്പോഴേ ആദ്യം നമ്മൾ ടായ എഴുതും, അതിനോട് ഏതാ നമ്മൾ ഈ ചിഹ്നം ഇട്ട് കൊടുക്കും, നീട്ടി ദീർഘം. ടി പ്ലസ് ഈ ടി. അതുപോലെ നോക്കിയാട്ടെ, പ്ലസ് ഈ എങ്ങനെ വായിക്കും? താക്ക് നമ്മൾ എന്തോ ചെയ്യൂ? ഈ ചിഹ്നം ദീർഘം താഴത്തോട്ട് വള്ളി. തീ. അടുത്ത് നോക്കിയാട്ടെ, പ്ലസ് ഈ എങ്ങനെ വായിക്കും? ഗുഡ്, പി. മനസ്സിലായോ? ഈ സ്വരാക്ഷരത്തിന്റെ ഈ ചിഹ്നം അതിന്റെ ഉള്ളിൽ ഒരു സർക്കിൾ ഇട്ട് താഴത്തോട്ട് വള്ളി. ഈ ചിഹ്നം പ്ലസ് ഈ കീ. ച് പ്ലസ് ഈ ചീ. പ്ലസ് ഈ ടി. പ്ലസ് ഈ ടി. പ്ലസ് ഈ പി. മനസ്സിലായോ കൂട്ടുകാർക്ക്? ഈ സ്വരാക്ഷരത്തിന്റെ ഈ ചിഹ്നം ഒരു അക്ഷരത്തോട് വരുമ്പോൾ ഇങ്ങനെ വായിക്കും, നമ്മള് നീട്ടി വായിക്കുക. കീ, പി, ടി, ടി. ഓക്കെ, നമുക്ക് കുറച്ച് വാക്കുകൾ വായിക്കാം. ഈ ചിഹ്നം വരുന്ന ചീര. ചീര എന്തായി? ചായനോട് നമ്മള് ഈ ചിഹ്നം ഇട്ട് കൊടുത്തപ്പോ എന്ത് വായിച്ചു? ചീ. ചേർന്നപ്പോൾ ചീര. തീരം, തീരം. മീര, മീര. വീണ, വീണ. തീ, തീ. കൂട്ടുകാർക്ക് മനസ്സിലായോ? ഇന്നത്തെ ക്ലാസ് നമ്മൾ ഈ സ്വരാക്ഷരത്തിന്റെ ഈ ചിഹ്നമാണ് പഠിച്ചത്. ഓക്കെ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, അപ്പൊ അവർക്ക് പഠിക്കാൻ സാധിക്കും. അതുപോലെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ് കാണാം. അതുവരേക്കും ബൈ.